ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മസാല കോണിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്തല്ല, ഡിസംബർ മാസമാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ചൂടായിട്ടുള്ള ഒരു മസാല കോൺ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ടാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കോണാണ്. ലാർജ് സൈസ് ആയിട്ടുള്ള ഒരു കോണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം സൈസിൻ്റെ വേണമെങ്കിലും എടുക്കാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ പുറത്തുള്ള ആ കവറിങ് ഇല്ലേ, ഹസ്ക് ആ കവറിങ് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സിൽക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ത്രെഡ് പോലെ കാണുന്ന അതില്ലേ, അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് ഈ കോൺ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കോണിൽ വിറ്റമിൻ B12, അതുപോലെ തന്നെ ഫോളിക് ആസിഡും അയണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ റെഡ് ബ്ലഡ് സെൽസ് കൂട്ടാനും, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാനും, കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും ഒരുപാട് നല്ലതാണ് കോൺ എന്ന് പറയുന്നത്. നല്ലൊരു ഹെൽത്തി സ്കിന്നിനും വളരെ നല്ലതാണ് കോൺ. അപ്പോൾ അതേ നമ്മൾ കോൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചോളം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലാണ് ഈ കോൺ കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലായാലും കുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്കത് അത്ര മതി, ഒരു വിസിൽ അടിപ്പിച്ചാൽ മതി. അപ്പോൾ അതേ നമ്മുടെ പാനിൽ വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ വേണം കുക്ക് ചെയ്യാനായിട്ട് ഈ കോൺ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ആ കോൺ, നമ്മൾ ആ ഹസ്കൊക്കെ മാറ്റി വെച്ച ആ കോൺ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ഒരു 10-15 മിനിറ്റോളം നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഹാഫ് കുക്കായിട്ട് അല്ലെങ്കിൽ ഹാഫ് ബോയിൽഡ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ആ ഒരു 8-9 മിനിറ്റ് കുക്ക് ചെയ്താലും മതി. ഫുള്ളി ബോയിൽഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളി കുക്ക് ആവണമെങ്കിൽ ഒരു 10-15 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ആ ഒരു സ്പൈസി ആയിട്ടുള്ള മസാല മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കോൺ നന്നായിട്ട് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നല്ലൊരു 10-15 മിനിറ്റോളം ഇത് കുക്കാവാൻ സമയമെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസി ആയിട്ടുള്ള മസാല മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് അല്ലെങ്കിൽ ആ ഒരു മസാല മിക്സ് ആണ് ഈ ഒരു റെസിപ്പിയിലെ ഏറ്റവും സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു കോണിന് ആ ഫ്ലേവർ കൊടുക്കുന്ന, ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ ഫ്ലേവർ കൊടുക്കുന്ന ആ ഒരു മിക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂണോളം റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്യാം ഇഷ്ടമുണ്ടെങ്കിൽ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 പോർഷൻ ലെമൺ ആണ്. അപ്പോൾ നമുക്ക് ആ മിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനെ 15 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോൺ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല മിക്സില്ലേ, അതിലേക്ക് നമ്മുടെ ലെമൺ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത്, ഒരുപാട് സ്ക്വീസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് അതിലേക്ക് ആ മസാല മിക്സ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ജ്യൂസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്യുക. എന്നിട്ട് ഈ കോണിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നുവെച്ചാൽ ആ കോണിലേക്ക് ഈ ഒരു മസാല മിക്സ് ആ ലെമൺ ജ്യൂസ് ആയിട്ടൊന്ന് മിക്സ് ആയിട്ട് വേണം ഇതിലൊന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ആ ജ്യൂസും കൂടെ ആ ഒരു കോണിലാവുള്ളൂ. അപ്പോഴാണ് ഒരു ടാങ്കി ഫ്ലേവർ കിട്ടുന്നത്, ഒരു ചട്പട്ട ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സ്ട്രീറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ്സിനൊക്കെ കൂടുതൽ അങ്ങനത്തെ ഒരു ടാങ്കി ഫ്ലേവറാണ്. അപ്പോൾ നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ലെമൺ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്പൈസി ആയിട്ടുള്ള മസാല മിക്സ് ഈ കോണിലേക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, എന്തെങ്കിലും ഫ്ലേവറും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യും. അപ്പോൾ ചാട്ട് മസാല ചിലവർ ആഡ് ചെയ്യും. ഇപ്പോൾ ചിലവർക്ക് ഇപ്പം ഇത്രയും എരിവ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി പൗഡറിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു അളവാണ് ഇതിന് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് ആ ചോളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല മിക്സ് നന്നായിട്ട് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട്, അപ്പോൾ അതേ ഇത്രേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക മസാല കോൺ എന്ന് പറഞ്ഞാൽ. നല്ല ചൂടോടെ
ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്യുമ്പോഴും നല്ല ചൂടോട് കൂടെ വേണം ഇതൊന്ന് ആഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻസിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.